ആ ചേട്ടാ, നിഖിലെന്തേ എവിടെയുണ്ട്? അവന് വല്ല കല്യാണ കേസും വന്നാ നീ അതങ്ങ് ഓക്കെ ആക്കിക്കോട്ടോ. അത് ചേട്ടാ, അതൊന്നും അല്ല പ്രശ്നം. ആദ്യം അവൻ പറഞ്ഞു പുറത്തു പോയി സെറ്റിലായിട്ട് മതിന്ന്. പിന്നെ പറഞ്ഞു വീട് വെച്ച് കഴിഞ്ഞിട്ട് മതിന്ന്. അത് ശരി. ഇപ്പം പറഞ്ഞു കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് മതിന്ന്. ഞാനിപ്പോ എന്താ വേണ്ട ചേട്ടാ? നീ ഒന്ന് അവനോട് വൈകിട്ട് വരെ ഒന്ന് വരാൻ പറ. ഞാൻ അവനോട് എല്ലാം പറഞ്ഞു മനസ്സിലാക്കാം. ചേട്ടൻ തന്നെ അവനോടൊന്ന് പറ. മോനെ, ദേ വല്യച്ഛൻ വിളിക്കുന്നു. തന്നമ്മേ. എടാ മോനെ നിഖിലേ, ഇത് വല്യച്ഛനാടാ. പിന്നെ നിന്റെ യാത്രയൊക്കെ സുഖമായിരുന്നോ? പറഞ്ഞോ. ആരാ? ചേച്ചിക്ക് എന്നെ മനസ്സിലായില്ലേ? ഞാൻ ബാബു. സദാനന്ദ ചേട്ടൻ പറഞ്ഞിട്ട് വന്നാണ്. മോൻ വന്നു പറഞ്ഞു. നല്ല കല്യാണ കേസൊക്കെ ഉണ്ട്, നമുക്ക് നോക്കണ്ടേ? വരൂ, ഇരിക്കൂ. നിഖിലേ, ഒന്നിങ്ങ് വന്നേ. എന്താ അമ്മേ? ആരെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടെന്ന്? നമ്മുടെ തേവക്കൽ സദാനന്ദ ചേട്ടൻ ഉണ്ടല്ലോ, അവിടെയാണല്ലോ നിങ്ങളുടെ വല്യച്ഛന്റെ വീട്. ആ ചേട്ടന്റെ വീടിന്റെ അടുത്തുനിന്ന് വന്നാണ്. അപ്പൊ കാര്യങ്ങളാണ് പറയാം. അതെന്തായാലും നന്നായി. എന്നാ പറ. കാനഡ, ന്യൂസിലാൻഡ്, അമേരിക്ക, ഓസ്ട്രേലിയ, അങ്ങനെയുള്ള ഒരുപാട് രാജ്യത്ത് ജോലിയുള്ള പെൺകുട്ടികളുണ്ട്. ചേട്ടാ എഴുന്നേറ്റേ. ഇവിടെ ഇപ്പൊ ആർക്കും കല്യാണം വേണ്ട. ഇതൊന്നും പറ്റിയില്ലെങ്കിൽ നമുക്ക് രാജ്യം മാറ്റി പിടിക്കാട്ടോ. വേണ്ട വേണ്ട, എഴുന്നേറ്റോ. അല്ല, വേറെ ഉണ്ട്. നമുക്ക് വേറെ നോക്കാന്നേ. അതെ, മോൻ വന്നതിന്റെ ക്ഷീണമൊക്കെ ഒന്ന് മാറട്ടെ. ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ട് ഇറങ്ങാം. അതെ, വേറൊന്നും തോന്നരുത് കേട്ടോ. ഏയ്, അത് കുഴപ്പമൊന്നുമില്ലെന്നേ. ശരി, എന്നാ പോട്ടെ. എന്താ നിന്റെ പരിപാടി? എന്റെ മോൻ സന്യസിക്കാൻ പോകാൻ വല്ല തയ്യാറെടുപ്പുണ്ടോ? എന്തെങ്കിലും പറ. ഞാൻ പോയിട്ട് വന്നിട്ട് എല്ലാം പറയാം. മോനെ, നിനക്ക് ആരെങ്കിലും ഇഷ്ടമാണെങ്കിൽ അത് പറ. അമ്മ, ഞാൻ ഒന്ന് പുറത്തു പോയിട്ട് വന്നിട്ട് അമ്മയോട് എല്ലാം പറയാം. എടാ മോനെ, അത് പറഞ്ഞിട്ട് പോയിട്ട് വന്നിട്ട് പറയാം അമ്മേ. എടാ, ഞാൻ കട വരെ വന്നേക്കാണല്ലോ. കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വരാം. എടാ, അത് വേണ്ട, ഞാൻ നിന്റെ വീട്ടിലേക്ക് വരാം. അതെ. ഹലോ ഹലോ. എടാ ഹലോ. അവനത് കട്ട് ചെയ്തു. ഇന്നെൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ഡേ ആണ്. ബിക്കോസ് എൻ്റെ 6 വർഷത്തെ വൺ സൈഡ് ലവിൻ്റെ റിസൾട്ട് ഇന്നറിയാം. യെസ്, നീണ്ട 6 വർഷം. ഗായത്രിയെ ഞാൻ ആദ്യമായി കണ്ടത് എവിടെ വെച്ചാണെന്ന് എനിക്കറിയില്ല. ബട്ട് അവളെ കാണുമ്പോഴെല്ലാം എനിക്ക് എന്തോ സംതിങ് സ്പെഷ്യലായിരുന്നു. അങ്ങനെ എൻ്റെ ഇഷ്ടം പറയാതെ പറഞ്ഞിരുന്നു ഞാൻ. പക്ഷേ വാടാത്ത പൂവ് പോൽ മധുമുഖരിതമീയോർമകൾ കിനാവുകൾ മിഴിയേത്താ വരമ്പുകൾ വാടാത്ത പൂവുപോൽ മധുമുഖരിതമീ ഓർമകൾ അതിരില്ല കിനാവുകൾ മിഴിയേത്താ വരമ്പുകൾ വാടാത്ത പൂവുപോൽ മധുമുഖരിതമീയോർമകൾ കിനാവുകൾ മിഴിയേത്താ വരമ്പുകൾ വാടാത്ത പൂവുപോൽ മധുമുഖരിതമീ ഓർമകൾ അതിരില്ല കിനാവുകൾ മിഴിയേത്താ വരമ്പുകൾ വാടാത്ത പൂവുപോൽ
മധുമുഖരിതമീയോർമകൾ കിനാവുകൾ മിഴിയെത്താൻ വരമ്പുകൾ വാടാ. എന്താ പിടിച്ചേ നോക്കി കഴിഞ്ഞ മോനെ? എന്ത്? ഏയ് ഒന്നുമില്ല. കുറച്ചാള് വേറൊരുത്തനായിരുന്നു. അതിന് നീ ഇപ്പൊ എന്തിനാ വിടക്കണേ? അതിനെന്നെ. ഏ അതൊക്കെ പോട്ടെ, നീ അവളോട് പറഞ്ഞോ? എന്ത് പറയാൻ? ഈടെ ബിടെക് പഠിക്കുന്ന പൊട്ടാ, നിന്റെ ഇഷ്ടം അവളോട് പറഞ്ഞോന്ന്. ഇഷ്ടോ? ഒന്ന് പോവാൻ ഇഷ നീ. എടാ മോനെ, അവളെ നന്നായിട്ട് എനിക്കറിയാം. എൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്തല്ലേ അവളുടെ വീട്. എൻ്റെ പൊന്നെ നിഷേ, നിനക്ക് അവളെ ഇഷ്ടല്ലേ? പക്ഷെ പറയാനൊരു മടി. ഇവിടെ നിന്ന് ഇങ്ങനെ വായി നോക്കിയിടുന്ന ഒരു കുഴപ്പമില്ലല്ലേ? അതുപോലെ അല്ല ഇത്. ഞാൻ എങ്ങനെ അവളോട് ഇഷ്ടമാണെന്ന് പറയണേ? എടാ, എനിക്കിത് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ കഴിവുണ്ടായിരുന്നെങ്കിൽ ഞാനീ നിപ്പ് നിൽക്കുമായിരുന്നോ? പറയാം. നീ ഇങ്ങോട്ട് വാ, നമുക്കൊരു വഴി ഉണ്ടാക്കാം. വാ പറയാം. ഞാനിപ്പോ തന്നെ കുറിച്ച് വിചാരിച്ചുള്ളൂ, അപ്പോഴേക്കും താൻ എൻ്റെ മുന്നിൽ. എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. എന്താ എന്നോട് ഒരു വാക്ക് പോലും പറയാൻ നാട്ടിൽ നിന്നും പോയത്? എന്നെ ഇഷ്ടമായിരുന്നില്ല നിഖിലിന്. കാത്തിരിക്കാൻ പോലും പറഞ്ഞില്ലല്ലോ എന്നോട്. എനിക്കിപ്പോൾ വളരെ സന്തോഷമായി. തന്നെ ആദ്യമായി കണ്ടപ്പോൾ തുടങ്ങിയതാണ് എനിക്ക് തന്നോടുള്ള ഈ പ്രണയം. യെസ്, ഇസ് ട്രൂ ലവ്. അതെനിക്ക് മനസ്സിലായി. അതിനെ തനിക്ക് എന്നെ അറിയായിരുന്നോ? ഒരിക്കൽ പോലും താൻ എന്നെ നോക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ എങ്ങനെ ഇഷ്ടമായിരുന്നു എന്ന് എനിക്കറിയില്ലായിരുന്നു. അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ നാട്ടിൽ നിന്ന് ഞാൻ പോവില്ലായിരുന്നു. ഓ പിന്നെ ഇത് ഞാൻ നേരത്തെ അറിഞ്ഞെങ്കിൽ ഇവിടെ ഞാൻ അടിച്ചു പൊളിച്ച് കിടന്നേനെ. മണ്ടൻ. പെൺകുട്ടികളെ ഇഷ്ടം നിങ്ങളെ ഇഷ്ടമാന്ന് പറയാണ്ട് ഓടി വന്ന് ഇഷ്ടമാന്ന് പറയൂ. നിഖിലിന് എന്നെ ഇഷ്ടമാന്ന് അറിഞ്ഞിരുന്നെങ്കിൽ എനിക്ക് കുഴപ്പമില്ലായിരുന്നു. എനിക്കും നിഖിലിന് ഇഷ്ടമായിരുന്നു. പക്ഷേ നമ്മുടെ രണ്ടുപേരുടെയും പ്രണയം നമ്മൾ പറയാതെ പോയി. അതെ, പറയാതെ പോയി നമ്മുടെ പ്രണയം. വരമ്പുകൾ വാടാത്ത പൂവുപോൽ മധുമുഖരിതമീ ഓർമകൾ അതിരില്ല കിനാവുകൾ മിഴിയേറ്റാ വരമ്പുകൾ. അയ്യോ, സംസാരിച്ച് സമയം പോയതറിഞ്ഞില്ല. തെക്കേത്തറയിൽ വിളക്ക് വെക്കാൻ സമയമായി. ഞാൻ ചെന്നില്ലെങ്കിൽ ശരിയാവില്ല. ഞാനെന്നാ പോട്ടെ. പകൽക്കിനാവാണോ? പകൽക്കിലാവൊന്നല്ലടാ, ഞാനിന്ന് അവളെ കണ്ട് ഇഷ്ടമാണെന്ന് പറഞ്ഞു. ഒന്നും മനസ്സിലായില്ല. നീ ആരുടെ കാര്യം പറയണേ? ആർക്ക് നിന്നെ ഇഷ്ടമെന്ന് പറഞ്ഞു? നിനക്കറിയാലോ ഞാൻ ഈ കലങ്കിൽ ആരെ കാണാനാന്ന്. അവള് തന്നെ. നീ അവളെ എപ്പോൾ കണ്ടെന്നാ പറയണേ? എടാ, ഞാനിപ്പോൾ അവളെ കണ്ടോളൂ. എടാ, നീ വിഷമിക്കരുത്. നിന്റെ ഇഷ്ടം എനിക്കറിയാവുന്നുണ്ടാ. ഞാൻ നിന്നോടൊന്നും പറയാതിരുന്നത്. അവൾ മരിച്ചിട്ട് 6 മാസമായിട്ടുണ്ട്. ഇതെല്ലാം നിന്റെ തോന്നലുകളായിരിക്കും.